പറയുകയാണ്, ഇവർക്ക് മാത്രം ഒരു വണ്ടിയില്ല, സൈക്കിൾ പോലും ഇല്ല. ഇദ്ദേഹം ഒരു പഴയ ഉടുപ്പും ഒരു പഴയ പാൻറ്റും ഇട്ടിട്ട് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയാണ്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, പണക്കാരായ മാതാപിതാക്കൾ എന്നെ അവഗണിക്കുന്നത് ഞാൻ കണ്ടു, പണക്കാരായ മാതാപിതാക്കൾ എന്നെ തിരിഞ്ഞു നോക്കാത്തത് കണ്ടു. ആയിരക്കണക്കിന് കുട്ടികളുടെ മാതാപിതാക്കളിൽ ഞാനും എൻ്റെ ഭാര്യയും ഏറ്റവും പാവപ്പെട്ടവരായി ദരിദ്രരായി ആ കൂട്ടത്തിലിരുന്നു. അദ്ദേഹത്തിന് സങ്കടം വന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങി എല്ലാവരും അവരുടെ കാറും സ്കൂട്ടറും ഒക്കെ എടുത്തുകൊണ്ട് പോയി 10 കിലോമീറ്റർ ദൂരം നടന്നാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടം വരെ ചെല്ലാനുള്ള വണ്ടിക്കൂലിയില്ല. അങ്ങനെ റോഡിലൂടെ രാത്രി 10 മണിക്ക് 10 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ അദ്ദേഹം ടാറിട്ട റോഡിൽ രാത്രി മുട്ടുകുത്തി നിന്നു. 2 കരങ്ങളും അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം പറഞ്ഞു, പിതാവേ, പട്ടാളത്തിലെ എൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ പുറകെ ഞാൻ ഇറങ്ങി. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു, എൻ്റെ മക്കൾക്കെല്ലാം ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണമേ, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധി കൊടുക്കണമേ, എൻ്റെ മക്കൾ മിടുക്കന്മാരായി തീരട്ടെ, ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസം കൊടുക്കണമേ. ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല, എൻ്റെ മക്കളുടെ ജീവിതത്തിലെ അതിരിനെ നീ വിസ്തൃതമാക്കണമേ. രാത്രി 10:30 മണിക്ക് ആ ടാറിട്ട റോഡിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് ഈ പഴയ പട്ടാളക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേതാണ്ട് 22-23 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഇന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, 3 പേര് അമേരിക്കയിൽ പോയി പഠിച്ചു, ഒരാൾ ഇന്ത്യയിൽ ഉന്നതമായ ബിരുദം സമ്പാദിച്ചു, 4 പേർക്കും ലോകത്തിലെ ഉന്നതമായ ഡിഗ്രികൾ നൽകി കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയാണ്, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമ്മളോട് പറയാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത നാളിൽ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായലച്ചനുമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയാണ്, ഡോക്ടർ ജോൺ, എപ്പോഴും ഡോക്ടറെ അഭിമാനിച്ചുകൊണ്ട് നടക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നുമകൻ ഞാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പൊന്നുമകൻ ഞാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. എന്നിട്ട് വട്ടായലച്ചൻ പറയാണ്, വട്ടായലച്ചൻ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തെല്ലാം അവിടെ ധ്യാനകേന്ദ്രത്തിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവത്തിന്റെ സ്വന്തം മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന്റെ പൊന്നു മകനായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ദൈവത്തിന്റെ വാത്സല്യ ഭാജനമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അച്ഛൻ എന്നോട് പറയാണ്, ഒരിക്കലും നിരാശപ്പെടരുത്, എത്ര വലിയ സഹനം വന്നാലും നിരാശപ്പെടരുത്. പകരം ദൈവത്തിന്റെ മകൻ ആണെന്നതിൽ അഭിമാനിച്ചുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. അതിൽ സന്തോഷിക്കണം. ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ദൈവത്തിന്റെ പൊന്നു മകനും മകളുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ദൈവദാസനാണ് ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം LLB പാസ്സായ ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തെ ദൈവം സുവിശേഷ വേലയ്ക്കാട്ട് വിളിച്ചു. ബ്രദർ ചാൾസ് ഫിന്നിയെ വിളിച്ചത് നമ്മുടെ ബ്രദർ ബെന്നി പുന്നത്തറയെ വിളിച്ചതുപോലെ ജോലിയുള്ള ഒരു വ്യക്തി ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, അമേരിക്കയെ എനിക്ക് തരണമേ, അമേരിക്കയിലെ സകല മ്ലേച്ഛത പ്രവർത്തിക്കുന്ന സിനിമാ തിയേറ്ററുകളും അടഞ്ഞു പോകട്ടെ, സകല മ്ലേച്ഛത അശുദ്ധി കാണിക്കുന്ന സിനിമാ തിയേറ്ററുകൾ അടഞ്ഞു പോകട്ടെ. അദ്ദേഹത്തിന്റെ ടീമിലുള്ളവർ ചോദിച്ചു, ബ്രദറെ, ഇതെന്തൊരു പ്രാർത്ഥനയാണ്, സിനിമാ തിയേറ്റർ അടയ്ക്കാൻ ലോകത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നല്ല സിനിമാ തിയേറ്റർ അടയ്ക്കാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്, മോശം സിനിമകൾ കാണിക്കുന്നത് അടയ്ക്കണം. അവർ പറഞ്ഞു, വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ, ആളുകൾ താങ്കളുടെ മീറ്റിംഗിൽ വന്നാൽ പോരെ? അദ്ദേഹം പറഞ്ഞു, നോ. അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഓരോ പ്രഭാതത്തിലും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് അദ്ദേഹം ദൈവത്തിന്റെ മുഖം തേടി. 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത് ദൈവം കൊടുത്തു. പരിശുദ്ധാത്മാവ് അമേരിക്കയെ സ്പർശിച്ചു, പരിശുദ്ധാത്മാവ് അമേരിക്കയിലേക്ക് ഇറങ്ങി വന്നു. ആളുകൾ സിനിമയ്ക്ക് പോകാതെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഇദ്ദേഹത്തിന്റെ കൺവെൻഷൻ നടക്കുന്ന പന്തലുകളിലേക്ക് 10,000 ഓടിക്കൂടി. ഹല്ലേലൂയ. ഒടുവിൽ ചരിത്രം പറയാണ്, സിനിമാ തിയേറ്ററിൽ ആള് കിട്ടാതെ വന്നതുകൊണ്ട് സിനിമാ തിയേറ്ററുകൾ അടയ്ക്കേണ്ടി വന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ, ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ശുശ്രൂഷ പിന്നെ ആരും ചെയ്തിട്ടില്ല. ആരും പറയാതെ ജനങ്ങൾ സിനിമാ തിയേറ്ററുകളിലേക്ക് പോകുന്നതിന് പകരം ഈ മനുഷ്യന്റെ മീറ്റിംഗിൽ സംബന്ധിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയാൻ ഇവർ കർത്താവിന്റെ ടെന്റിന്റെ താഴെ വന്നിരിക്കുകയാണ്. ഒടുവിൽ സിനിമാ തിയേറ്ററുകളുടെ ഉടമസ്ഥന്മാരെല്ലാം കൂടെ സംഘടിച്ചു. ചാൾസ് ഫിന്നിയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, സാർ,
കറണ്ട് ചാർജ് അടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ കടത്തിലാകും, താങ്കളുടെ ക്രിസ്തീയ മീറ്റിങ്ങുകൾ ഞങ്ങളുടെ തിയേറ്ററുകളിൽ വെച്ച് നടത്തി തരാമോ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് കറണ്ട് ചാർജ് എങ്കിലും അടയ്ക്കാൻ പറ്റും, ഞങ്ങളെ വഴിയാധാരമാക്കരുത്. അദ്ദേഹം പറഞ്ഞു, നടത്തി തരാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കാലത്ത് അശുദ്ധി പ്രവർത്തിച്ചിരുന്ന തിയേറ്ററുകളിൽ ദൈവത്തിന്റെ ആരാധന നടന്നു, ദൈവത്തിന്റെ നാമം പ്രഘോഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇറങ്ങി വന്നു, പാപികൾ മാനസാന്തരപ്പെടുന്ന അനുഭവമുണ്ടായി. അതിരുകളെ വിസ്തൃതമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാണോ? പെമ്മക്കളെ കെട്ടിക്കാൻ പറ്റാതെ വിഷമിക്കുകയാണോ? കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുകയാണോ? പറയണം, കർത്താവേ, എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ബഹുമാനപ്പെട്ട വട്ടായലച്ചൻ പറഞ്ഞ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അച്ഛൻ പറയാണ്, കുറെ വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് 14 പേരുടെ അപ്പുറം വരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ. അച്ഛൻ പറയാണ്, പാട്ടുകാരനെ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും പൈസ കിട്ടത്തില്ല. 14 പേരാണ് ഒരു ധ്യാനത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛനും ബഹുമാനപ്പെട്ട സോജി അച്ഛനും ടീം അംഗങ്ങളെല്ലാം കൂടി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ട് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ 12 മണിക്കൂർ സമയം വെള്ളം പോലും കുടിക്കാതെ കരങ്ങളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു ഓഡിറ്റോറിയത്തിന്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വട്ടായിലച്ചൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇപ്പോൾ 14 പേരാണ് ഇവിടെ വരുന്നതെങ്കിൽ 14,000 പേര് ഇവിടെ വരട്ടെ. ബാക്കിയുള്ള അച്ഛന്മാർ ചോദിച്ച, അച്ഛ 14 പേർക്ക് വരെ 140 പേരെ ചോദിച്ചാൽ പോരെ, ഈ 14,000ന്റെ കണക്ക് എവിടെ നിന്ന് വന്നു? അച്ഛൻ പറഞ്ഞു, ചോദിക്കുമ്പോൾ ദൈവത്തോടാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായിട്ട് എന്നെ അങ്ങ് ചോദിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വിമാനം കയറി ആളുകൾ ഇവിടെ വന്ന് ധ്യാനം കൂടട്ടെ, ഇവിടെ നിന്നും വൈദികർ ലോകമെങ്ങും പോയി പ്രസംഗിക്കട്ടെ. അപ്പൊ ചില അച്ഛന്മാർ ചോദിച്ചു, അച്ഛാ, നമുക്ക് ആദ്യം കേരളം മുഴുവൻ പോയി പ്രസംഗിക്കാനായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ? തിരുവനന്തപുരത്ത് നിന്ന് ഇടുക്കിയിൽ നിന്നൊക്കെ ആളുകൾ വരാൻ പ്രാർത്ഥിച്ചാൽ പോരെ? ഈ അമേരിക്കയിൽ നിന്നൊക്കെ വന്ന് ധ്യാനം കൂടണമെന്ന് പ്രാർത്ഥിക്കണോ? അച്ഛൻ പറഞ്ഞു, മക്കളെ, യെശയ്യാ 54:2, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, തിരശീലകൾ വിരിക്കുക, കയറുകൾ അഴിക്കുക, നീളം കൂട്ടുക, നിന്റെ കുറ്റികളെല്ലാം അഴിച്ചുവിടുക. കർത്താവ് വചനത്തിൽ പറയാണ്, അതിരുകളെ വിസ്തൃതമാക്കുക. ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയിൽ 20,000-ഓളം അടുപ്പിച്ച ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വട്ടായിലച്ചൻ ചോദിച്ച 14,000 എവിടെ കിടക്കുന്നു? പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നിന്റെ അതിരുകളെ നീ വിസ്തൃതമാക്കുക. അവിടുത്തെ വൈദികർ ലോകമെങ്ങും പോയി പ്രസംഗിക്കുന്നു, ലോകമെങ്ങു നിന്നും ആളുകൾ വന്ന് ധ്യാനം കൂടുന്നു. ദൈവം പറയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കിതുപോലെ പ്രാർത്ഥനയിലൂടെ അതിരുകളെ വിസ്തൃതമാക്കാൻ സാധിക്കും. മൂന്നാമതായി, പ്രിയപ്പെട്ടവരെ, അങ്ങയുടെ കരം എന്നോട് കൂടി ഇരിക്കണമേ. സങ്കീർത്തനം 18:35, അങ്ങയുടെ വലം കൈ എന്നെ താങ്ങി നിർത്തി. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു, ദൈവമായ കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഒരു പള്ളിയിലോ ധ്യാന കേന്ദ്രത്തിലോ അല്ല, യെസക്കേൽ വീട്ടിലിരിക്കുകയായിരുന്നു. യെസക്കേൽ വ്യക്തമായിട്ട് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഇംഗ്ലീഷ് ബൈബിൾ വളരെ മനോഹരമാണ്. ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് കെയിം അപ്പോൺ മീ. വലിയവനായ ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. യെസക്കേൽ പറയാണ്, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഇതുപോലെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, ദ പവർ ഓഫ് ഗോഡ്, ദി അനോയിന്റിങ്, ദ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വ. ഇത് പ്രാർത്ഥിച്ചു വാങ്ങിച്ച ഒരാളാണ് സഭയിലെ വിശുദ്ധ അന്തോനീസ്. പ്രൈസ് ദി ലോർഡ്. വെറും 30 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കപ്പൂച്ചൻ വൈദികനായിരുന്ന ഫാദർ ആന്റണി ഈ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, യെസക്കേൽ പ്രവാചകന്റെ മേൽ അങ്ങയുടെ കരം വന്നെങ്കിൽ എൻ്റെ മേൽ അങ്ങയുടെ കരം വരട്ടെ. കരം വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എന്നും പള്ളിയിൽ വരുന്ന ഒരു ചേച്ചിയുടെ ഭർത്താവ് വലിയ കുടിയനായിരുന്നു. പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നും കുനിച്ചു നിർത്തി നല്ല ഇടിയിടിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ പറഞ്ഞു, ഇനി നീ ഒരിക്കൽ പോലും പള്ളി പോകാൻ പാടില്ല. അവൾ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകും. എന്നാ നിന്നെ ഞാൻ കൊല്ലും. അവൾ പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. പിറ്റെന്നും ഈ ഭാര്യ പള്ളിയിൽ പോയി, പാവം, എല്ലാം നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇയാൾ ദുഷ്ടനായിരുന്നു, ഇടിച്ച് ചമ്മന്തിയാക്കും. പിറ്റേ ദിവസം ഈ ഭാര്യ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഈ ദുഷ്ടനായ ഭർത്താവ് ഒരു കത്രി എടുത്ത് മുടിയെല്ലാം അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. ഷേപ്പ് ബാർബർ ഷോപ്പിൽ പോയി വെട്ടുന്ന പോലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ വെട്ടി ഷേപ്പ് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാളെ നീ പള്ളിയിൽ പോകുന്ന എനിക്കൊന്ന് കാണണി എന്ന് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. പെണ്ണുങ്ങൾക്കൊരു ഗുണമുണ്ട്, തലമൂടി പള്ളിയിൽ പോവാം, ആരും അറിയല. ആണുങ്ങളാണ് കുഴഞ്ഞു പോകും. അവൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഉടുപ്പൊക്കെ എടുത്തിട്ട് തലയിലോട്ടൊരു തുണിയും ഇട്ട് പള്ളിയിൽ പോയി. പക്ഷെ പള്ളിയിലിരുന്ന അവൾ നിലവിളിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? കർത്താവേ, പള്ളിയിൽ പോകുമ്പോൾ ഈ തുണി ഇട്ട് വരാം, പുറത്ത് ഞാൻ എന്ത് ചെയ്യും?
എന്നിട്ട് കുർബാന കഴിഞ്ഞപ്പോൾ അവൾ മേടയിൽ പോയി ഫാദർ ആന്റണിയെ കണ്ടു. കുർബാന കഴിഞ്ഞിട്ട് ഫാദർ ആന്റണി, നമ്മുടെ അന്തോണിസ് പുണ്യാളൻ, 30 വയസ്സേ ഉള്ളൂ, അച്ഛൻ കൊച്ചച്ഛനാണ്, അച്ഛൻ അവിടെ ഇരിക്കുകയാണ്, ഒരു കപ്പൂച്ചൻ അച്ഛൻ. ഇവളെ എന്നിട്ട് ഇവളുടെ സ്കാർഫ് എടുത്തു മാറ്റി. എന്നിട്ട് പറഞ്ഞ, അച്ഛാ ഇത് കണ്ടോ? ഫാദർ ആന്റണി ചോദിച്ചു, മോളെ നിന്റെ മുടിക്ക് ഇതെന്ത് പറ്റി? ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇതെവിടെ കൊണ്ടുപോയി വെട്ടി? അപ്പൊ പറഞ്ഞു, വെട്ടിച്ചതല്ല, എൻ്റെ ഭർത്താവ് കുത്തി ഇളക്കി മറിച്ച് കളഞ്ഞതാണ്. കാര്യമെല്ലാം കൂടെ പറഞ്ഞു കൊടുത്തു. ഫാദർ ആന്റണിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അദ്ദേഹം പെട്ടെന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, അവിടുത്തെ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കാനാണല്ലോ ഈ മകൾ ഓരോ പ്രഭാതത്തിലും ദിവ്യബലിക്ക് വരുന്നത്. പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇവൾക്ക് നഷ്ടപ്പെട്ടത് ഇവളുടെ മുടിയാണല്ലോ. ഇവൾ അപമാനിക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ, ഇവൾ അപമാനിക്കപ്പെടാൻ പാടില്ല, ഇവൾ ബഹുമാനിക്കപ്പെടണം. കാരണം ഇവൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനാണ് എന്നും പള്ളിയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ അഭിഷേകം നിറഞ്ഞ കരം ഈ മകളുടെ പുറത്തോട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, മുടി നേരത്തെ ഉണ്ടായിരുന്നത്രയും ഉണ്ടാകട്ടെ. ഒരു കിരികിരാ ശബ്ദം കേട്ടു. കിരികിരി 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 ശബ്ദത്തോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന മുടി പോലെ മുടി വളർന്നു വന്നു. വിശുദ്ധ അന്തോനീസിനെ നമ്മൾ വിളിക്കുന്നത് അത്ഭുത പ്രവർത്തകൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രോഗശാന്തി വരത്തേക്കാൾ കൂടുതൽ വെളിപ്പെട്ട വരമാണ് അത്ഭുത പ്രവർത്തന വരം. നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വരമാണ്, പക്ഷെ അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം വാരിക്കോരിയിൽ സാമ്പാർ ഒഴിക്കുന്ന പോലെ കൊടുത്തു. ഇഷ്ടം പോലെ ഈ വരം പ്രവർത്തിച്ചു, പലതരത്തിലും ദൈവം പ്രവർത്തിച്ചു. അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സ്ത്രീയുടെ മുടി നേരത്തെ പോലെയായി. അവൾക്ക് വലിയ സന്തോഷമായി. അവൾ വീട്ടിലോട്ട് ചെന്നു. വൈകുന്നേരം ഭർത്താവ് 4 കാലിൽ വരികയാണ്. വന്ന പാടനെ ചോദിച്ചു, നീ വിഗ് വെച്ചാടി എന്ന് ചോദിച്ചു. എന്നുവെച്ചാ ഇവളുടെ മുടി നേരത്തെ ആയി നിൽക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഞാൻ മുടി വെട്ടിക്കളഞ്ഞപ്പോ നീ വിഗ് വെച്ച് പള്ളിയിൽ പോയല്ലേ? നാടകക്കാരെ കണ്ട് നീ കള്ളമുടി വെച്ചിട്ട് പള്ളിയിൽ പോയല്ലടി, കാണിച്ചുതരാം നിന്റെ വിഗ്. അങ്ങനെ മുടിയിൽ പിടിച്ച് ഇയാൾ ഒരൊറ്റ വലിച്ചത്. ഇയാൾ വിചാരിച്ചത് ഈ വിഗ് കയ്യിലിരിക്കുമെന്ന്. പക്ഷേ പാവം ഭാര്യ കമുന്നടിച്ച് താഴോട്ട് വീണു. അപ്പൊ ഇയാൾ താഴെ ഇട്ട് ചവിട്ടിയിട്ട് ഈ മുടി വലിച്ചു പറിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് രക്തം വരുന്നത് ഇയാൾ കണ്ടു. ഇവള് കടന്ന് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ഇയാൾ ഈ മുടിയിലെ പിടുത്തം വിട്ടിട്ട് ചോദിച്ചു, സത്യം പറ, നിനക്ക് എന്താണ് സംഭവിച്ചത്? ഇത് വൈപ്പ് മുടിയല്ല, ഇന്നലെ ഞാൻ നിന്റെ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞതാ, നിനക്ക് എന്താ സംഭവിച്ചത്? സത്യം പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അച്ചായ, ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോയതിനു ശേഷം കർത്താവിന്റെ മുമ്പിൽ ഒത്തിരി ഇരുന്ന് കരഞ്ഞു. അതിനുശേഷം കർത്താവിന്റെ അഭിഷിക്തനായ ആന്റണി അച്ഛനെ കാണാനായിട്ട് പോയി. അദ്ദേഹം കണ്ണുനീരോടുകൂടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുടി വളർന്നതാന്ന് പറഞ്ഞു. ഉടനെ ഇയാള് 2 കൈയും കൂടെ നെഞ്ചത്തിട്ട് അടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, അപ്പൊ നീ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? ഞാനോർത്ത് നീ ഒരു കഥയായിരിക്കുമെന്നാ വിചാരിച്ചത്. അപ്പൊ നീ സത്യമായിരുന്നല്ലേ? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അയാൾ മുട്ടിന്മേൽ നിന്നിട്ട് പെട്ടെന്ന് ഉടുപ്പെടുത്തിട്ടിട്ട് അയാൾ പള്ളിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ആന്റണി അച്ഛനോട് കർത്താവ് പറഞ്ഞിരുന്നു, അവൻ കുമ്പസാരിക്കാൻ വരും, നീ എങ്ങും പോകരുത്. അങ്ങനെ മേടയുടെ മുമ്പിൽ തന്നെ ഫാദർ ആന്റണി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഓടി വന്ന് അന്തോനീസ് പുണ്യാളുടെ കാലുകളിലേക്ക് വീഴുകയാണ്. അച്ഛാ, ഈശോ ഒരു കഥയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അത്ഭുതം ഞാൻ കണ്ടു. എൻ്റെ കർത്താവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കർത്താവിൻ്റെ മകനായിട്ട് ജീവിക്കണം. ഹല്ലേലൂയ. അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തുകയും കർത്താവിൻ്റെ മകനായിട്ട് അന്ത്യം വരെ ജീവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഹാൻഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ വന്നു. ഹല്ലേലൂയ. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത്, ഞാൻ 1ാം വർഷം പഠിക്കുന്ന സമയത്ത്, ജോസഫ് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അന്ന് 5ാം വർഷം പഠിക്കുകയാണ്. അദ്ദേഹമാണ് കോളേജ് യൂണിയൻ ചെയർമാൻ. നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ആള് നിരീശ്വരവാദിയാണ്. ഒരു രക്ഷയില്ല. നിരീശ്വരവാദിയായിട്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നല്ല കുട്ടിയാണ്, എല്ലാവരെയും സഹായിക്കും, ആരെയും റാഗ് ചെയ്യത്തില്ല, സ്നേഹമാണ്, പക്ഷെ ദൈവവിശ്വാസം ഇല്ല. അങ്ങനെ അദ്ദേഹം ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റർ ഡാഫിനിയും ടീമും ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു വന്നു. അപ്പൊ ഇദ്ദേഹം EK നായനാറിനെ കാണാനായിട്ട് അവിടെ പോയതാണ്. കോളേജ് യൂണിയൻ പ്രസിഡന്റാണ്. EK നായനാറിനെ കാണാനായിട്ട് തിരുവനന്തപുരം വരെ ചെന്നതാണ്. അന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു, എടാ, ഒരു സിസ്റ്ററും ടീമും ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പൊ ജോസഫ് ലൂക്കോസ് പറഞ്ഞേ, ഞാനൊന്നും പരത്തുന്നില്ല, എനിക്ക് വിശ്വാസമില്ല. അപ്പൊ പറഞ്ഞില്ല, 5 മിനിറ്റ് വന്നാൽ മതി, നീ പിന്നെ പോകണ്ട, ധ്യാനം ഒന്നും കൂടണ്ട. അങ്ങനെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ച് ഈ ധ്യാനം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ സിസ്റ്റർ ഡാഫിനി ക്ലാസ് എടുത്തിട്ട് പുറത്തോട്ട് വരികയാണ്. അപ്പൊ ഈ കൂട്ടുകാരൻ പറഞ്ഞു, സിസ്റ്ററെ,
ഇതൊരു ദൈവവിശ്വാസമില്ലാത്ത യുവ ഡോക്ടറാണ്, ധ്യാനം കൂടാനൊന്നും പുള്ളിയെ കിട്ടത്തില്ല. പുള്ളിയുടെ തലയെ കൈവച്ച് ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ് പുള്ളി തല വച്ച് തരികയില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞു, മോനെ നീ മുട്ടുകുത്തുകയൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്തു, ഇരിക്കണോ നിൽക്കണോ? ഞാൻ ഇരുന്നോളാം സിസ്റ്റർ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. സിസ്റ്റർ തലയിലോട്ട് കൈവച്ചു. പ്രിയപ്പെട്ടവരെ, വെറും 2 മിനിറ്റ് സിസ്റ്റർ പ്രാർത്ഥിച്ചുള്ളൂ. എന്ത് പറ്റുമെന്നറിയാവോ? ഇവന്റെ കണ്ണീന്ന് രണ്ടിന്നും കൂടെ കണ്ണുനീര് ഇങ്ങോട്ട് ഒഴുകുകയാണ്. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മകന്റെ മേൽ അയക്കണമേ. ഒറ്റ പ്രാർത്ഥന, 1.5 മിനിറ്റ് പോലും നീണ്ടില്ല. ജോസഫിന്റെ 2 കണ്ണീന്നും കൂടെ കണ്ണുനീര് ചാടി. ജോസഫ് ലൂക്കോസ് അവിടെ നിന്ന് എഴുന്നേറ്റത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കി കണ്ണുനീരോടെ പറഞ്ഞു, സിസ്റ്ററെ, സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ഒരു 110 kV ലൈനിൽ തൊട്ടതുപോലെ